അവരുടെ നോട്ടം ശരിയല്ല. സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും. പുരുഷന്മാര് റെസ്പെക്ട് ചെയ്തി. റെസ്പെക്ട് ഒക്കെ സ്വഭാവത്തിനാണ്. സ്ത്രീ പുരുഷനൊന്നും ബിഗ് ബോസിലില്ല. സ്ത്രീ പുരുഷനൊന്നും ബിഗ് ബോസിലില്ല. ബിഗ് ബോസ് ഹൗസിൽ അനുമോൾക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളിൽ ഒരാൾ അക്ബർ തന്നെയാണ്. ഇതിനെക്കുറിച്ച് മുൻപ് പരാമർശമുണ്ടായിട്ടുണ്ട്. രണ്ടാളും തമ്മിൽ പലപ്പോഴും കലഹത്തിൽ ഏർപ്പെടുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് പ്രൊമോയിൽ ലാലേട്ടൻ അത് ചോദിക്കുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ കിളി പോയ രീതിയിലാണ് അനുമോളുടെയും അക്ബറിന്റെയും നിൽപ്പ്. അനുമോൾ അങ്ങനെ പറഞ്ഞോ? എന്താണ് അവൾ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് എനിക്കൊന്നും അറിയില്ല. അനുമോൾ അങ്ങനെ പറഞ്ഞോ? ഇതാ കുറച്ച് മുമ്പ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടില്ലേ? അനുമോളും അക്ബറും വഴക്കിടുന്ന ഒരു വീഡിയോ ക്ലിപ്പ്. ഇനി ആ വഴക്കിന് ശേഷം ഹൗസിലുണ്ടായ ചില സംഭവങ്ങളുടെ ഒരു വീഡിയോ കൂടി നമുക്ക് കണ്ടാലോ? ഞാൻ അക്ബർക്കടെ എനിക്ക് ഇഷ്ടമല്ല പുള്ളിയുടെ സ്വഭാവം. പുള്ളിയുടെ നോട്ടമൊന്നും ശരിയാണ്. പുള്ളി എന്നെ നോക്കുന്ന നോട്ടം എനിക്ക് ഇഷ്ടമല്ല. കാരണം എല്ലാത്തിനും ലിമിറ്റ് ഉണ്ടല്ലോ. പേടിയാവും. കണ്ടില്ലേ? അക്ബറിന്റെ നോട്ടത്തെക്കുറിച്ച് പറയുകയാണ് അനുമോൾ. അക്ബറിന്റെ നോട്ടം ശരിയല്ല, ഇറിറ്റേറ്റിംഗ് ആണ്. അതായത് ആ നോട്ടം കണ്ട അനുമോൾക്ക് ഭയമാകും എന്നാണ് അനുമോൾ അവിടെ ഉള്ളവരോട് പറയുന്നത്. അനുമോൾ അങ്ങനെ പറഞ്ഞോ? എന്താണ് അങ്ങനെ പറയാൻ കാര്യം? എത്രയോ സെക്കൻഡ് ഒരാളെ നോക്കാവുള്ളൂ എന്നൊക്കെ ഞാനിപ്പോ കള്ളം പറഞ്ഞ പോലെ ആയല്ലോ. ഇവിടെ ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞതും ശരിയാണ്, അനുമോൾ പറഞ്ഞതും ശരിയാണ്. ശരിയല്ലാത്തത് എന്താണെന്നറിയോ? അയാളുടെ നോട്ടം ശരിയല്ല. ആ ശരിയല്ല എന്ന വാക്കിനാണ് ഒരു ശരികേടുള്ളത്. അത് പറയുമ്പോൾ മറ്റു പല അർത്ഥങ്ങളും ചിലപ്പോൾ കേൾക്കുന്നവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. പക്ഷെ അനുമോൾ പറയുന്ന കാര്യം വ്യക്തമായി നമുക്ക് കേട്ടാൽ നമുക്ക് എന്താണെന്ന് ക്ലിയർ ആവും. അനുമോൾക്ക് അയാളുടെ നോട്ടം ഇറിറ്റേറ്റിംഗ് ആയി തോന്നുന്നു, അത് ഭയപ്പെടുത്തുന്നു. അത്രേ അനുമോൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. താൻ പറഞ്ഞതൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതിൽ അനുമോൾക്ക് നല്ല വിഷമമുണ്ട്. ഒപ്പം താൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും അടുത്ത് പൊല്ലപ്പായോ എന്നുള്ള ഭയവും ടെൻഷനും അക്ബറിൻ്റെ മുഖത്തുമുണ്ട്. എന്തായാലും വീഡിയോ പ്ലേ ചെയ്യാൻ ലാലേട്ടൻ പറയുന്നുണ്ട്. അത് പ്ലേ ചെയ്യുന്നതോടുകൂടി എല്ലാ ടെൻഷനും കൺഫ്യൂഷനും മാറുന്നതായിരിക്കും. എന്തായാലും അടിപൊളി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ.